നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഗൗതം, അവര് നിർമ്മല ആന്റി എന്തോ ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞോണം, നിർമ്മലാമ്മ നിങ്ങൾ എന്താ ചെയ്തേ? ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാ ഇവിടെ വന്ന് ഒളിച്ചു നിന്നത്? ഒളിച്ചു നിന്നോ? ആരും ഒളിച്ചു നിന്നു? ദേ, വെറുതെ ഒന്നും പറയണ്ട. നിങ്ങൾ കള്ളം പറയണ്ട. നിങ്ങൾ ഈ പാവത്തിന് വിഷം കൊടുത്തു അല്ലേ? ഒന്ന് പോയേ, ഞങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. വാ ശിവാനി. ഗൗതം, അതെന്താണെന്ന് നോക്കി. ഈശ്വര, അയ്യോ നിധി, ഇത് പോയിസൺ ആണല്ലോ. അയ്യോ വിഷോ. അപ്പൊ നിങ്ങൾ ഈ വിഷം കോഫിയിൽ കലർത്തി കൊടുത്തു അല്ലേ? ഏയ്, ഞങ്ങളാരും ഒന്നും ചെയ്തിട്ടില്ല. ദേ, ഇനി ഒഴിഞ്ഞു മാറാന്ന് വിചാരിക്കണ്ട. തെളിവ് സഹിതം കിട്ടിക്കഴിഞ്ഞു. ഈ പാവത്തിനോട് എന്തായാലും നിങ്ങൾ ഇങ്ങനെ ചെയ്തു കളഞ്ഞല്ലോ. കൊന്നു കളഞ്ഞല്ലോ നിങ്ങൾ അവരെ. മോനെ, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ നോക്കാം. നീ ആദ്യം പോയി ഒരു ആംബുലൻസ് വിളിക്കേ. നമുക്ക് നിർമ്മലയെ ആശുപത്രി കൊണ്ടുപോയി നോക്കാം. വേഗം വിളിക്കേ. ഞാനിപ്പോ വിളിക്കാം. മോളെ, ജ്യോതിർമയി, ശിവാനി, ഇത് നിസ്സാര കേസൊന്നുമല്ല. നിർമ്മലയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാ നിങ്ങൾ രണ്ടും തന്നെ അതിന് മറുപടി പറയേണ്ടി വരും. ഇനി സംഭവിക്കാൻ ഒന്നുമില്ല. കഴിഞ്ഞു എന്നാ തോന്നുന്നേ. നോക്കിക്കോ, വെറുതെ വിടില്ല രണ്ടിനെ. വേഗം വരൂ, എടുക്ക വെച്ച്. നിധി, വാ, നമുക്കൂടെ ഹോസ്പിറ്റലിലേക്ക് പോവാം. മോനെ, ഞാനും കൂടെ വരണോ? വേണ്ട, പാരോടെ നിന്നാ മതി. ഞങ്ങള് പോയിട്ട് വരട്ടെ. എന്തു വേണമെന്ന് അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം. വാ നിധി. ആ നിധി, നീ ഒന്ന് കാറി കയറി. ഇല്ല, ഒരു കാര്യം ചെയ്യാം. ഗൗതം കാർ എടുത്തിട്ട് പുറകെ വാ, ഞാൻ ആംബുലൻസിൽ കയറാം. അമ്മ ശരി. ശരി. ഇത് കുഴപ്പമാവോ ആന്റി? മുഴുവൻ മരുന്നും കലർത്തില്ലെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ നിന്നോട്? കേട്ടില്ല. നിർമ്മല മരിച്ചു എന്ന നിധി പറയുന്നത്. മരിച്ചു കാണോ അതോ അവളിനി വെറുതെ പേടിപ്പിക്കാൻ പറഞ്ഞതാണോ? ഓ, ആർക്കറിയാം. എന്തെങ്കിലും ആവട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാം. കൊല്ലും തിന്നു എന്നൊക്കെ പറയുന്നേ ഞാൻ കരുതിയുള്ളൂ. എന്നാലും ജ്യോതിർമയെ ഒരാളെ വിഷം കൊടുത്ത് കൊല്ലാനും മാത്രം ക്രൂരമാണ് നിങ്ങളുടെ മനസ്സെന്ന് ഞാൻ വിചാരിച്ചില്ല. നിർമ്മലയെ ആശുപത്രി കൊണ്ടുപോയിരിക്കുക. ജീവനോടെ രക്ഷപ്പെട്ടാൽ നിന്റെയൊക്കെ ഭാഗ്യം നീ കരുതിയാ മതി. പക്ഷേ നിർമ്മലയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച രണ്ടെണ്ണത്തിനെയും വെറുതെ വിടില്ല. ഓർത്തോ? ആന്റി, അവള് ചെത്ത കുഴപ്പമാവോ? എന്തു കുഴപ്പം? ഒരു കുഴപ്പമില്ല, നമുക്ക് നോക്കാന്നേ. അതല്ല, ആ വിഷം ഇരുന്ന കുപ്പി ഗൗതമിന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതൊരു തെളിവല്ലേ? അത് മുഴുവൻ കഴിച്ച മരിക്കുന്നല്ലേ ആന്റി പറഞ്ഞത്? ഷോ, അവളിപ്പം മരിച്ചിട്ടുണ്ടാവൂല്ലേ? നിനക്കൊന്ന് മിണ്ടാതിരിക്കാമോ?
ഓരോന്നും കാണിച്ചു വെച്ചിട്ട് വെറുതെ ഇങ്ങനെ ചലിച്ചോണ്ടിരിക്കാം. എന്തായാലും രണ്ടിലൊന്ന് കൺഫേം ആവട്ടെ, എന്നിട്ട് തീരുമാനിക്കാം എന്ത് വേണോന്ന്. നിധി വാ വാ. എന്തേ മോനെ? അതൊക്കെ പറയാം. അവരവിടെ ആ ശിവാനിയും ജ്യോതിർമയും. രണ്ടും കൂടി അവിടെ ഒളിച്ചിരിക്കുക. ശിവാനി, ജ്യോതിർമയി, രണ്ടുപേരും ഒന്നും കൂടെ ഇറങ്ങി വന്നേ. വിളിച്ചത് കേട്ടില്ല, ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. എന്തായാലും നിങ്ങൾ വിജയിച്ചു. നിർമ്മല ആന്റി മരിച്ചുപോയി. ബോഡി മോർച്ചറിയിൽ വെച്ചിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ആ കേസ് രജിസ്റ്റർ ചെയ്ത് പോസ്റ്റ്മോർട്ടം നടത്തണം. ഒന്നുമില്ലെങ്കിലും കുറച്ചു ദിവസമെങ്കിലും നിങ്ങൾക്ക് വെച്ച് വിളമ്പിയതല്ലായിരുന്നോ നിർമ്മല ആന്റി? അവർക്ക് തന്നെ വിഷം കൊടുത്ത് കൊന്നു കളഞ്ഞല്ലോ. ഗൗതം, ഈ രണ്ടെണ്ണത്തിനെയും വെറുതെ വിടരുത് മോനെ. പിടിച്ച് ജയിലിലിടിയിക്കണം. അത് നമ്മളായിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലമ്മേ. നാളെ പോസ്റ്റ്മോർട്ടം കഴിയുമ്പോ വിഷം ഉള്ളിൽ ചെന്നാണ് മരണമെന്ന് ഉറപ്പാവും. വേണ്ട തെളിവും കൂടി നമ്മൾ കൊടുത്തു കഴിഞ്ഞാ ഏറ്റവും കുറഞ്ഞത് രണ്ടെണ്ണത്തിനും ഇരട്ട ജീവപര്യന്തം ഉറപ്പാ. തെളിവുകളെല്ലാം നിങ്ങൾക്കെതിരാണ് ജ്യോതിർമയി. ഇതിൽ നിന്ന് തലയുരാവുന്ന നിങ്ങൾ കരുതണ്ട. തെളിവോ? എന്ത് തെളിവ്? എന്ത് തെളിവാ നിങ്ങളുടെ കയ്യിലുള്ളത്? തെളിവുണ്ട്. എന്താ കാണണോ? വിഷയിരുന്നെന്നും പറഞ്ഞു ഗൗതം എടുത്തു വെച്ചിരിക്കുന്ന ആ കുപ്പിയല്ലേ വലിയ തെളിവ്. അതിലൊന്നും ഒരു കാര്യമില്ല. അതിലും വലിയ തെളിവ് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിലോ? നോക്ക്, ഇതിലും വലിയ തെളിവ് വേണോന്ന് കണ്ടു നോക്കിയാട്ടെ.